പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM എന്ന പാർട്ടിയെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് CPM ഒരു കേഡർ പാർട്ടിയാണ് എന്നതാണ്. ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM. അതായത് മുകളിൽ തീരുമാനിച്ച് താഴെ നടപ്പിലാക്കും. അവിടെ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം ഈ സെൻട്രലൈസ്ഡ് ഭരണത്തിനെതിരായി വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയസമീപനങ്ങളൊക്കെ വികേന്ദ്രീകരണം നടപ്പിലാക്കിയിട്ടുള്ളതൊക്കെ CPM ആണ്. പക്ഷേ ആ CPM-ൽ മുകൾ തട്ടിൽ തീരുമാനിച്ച് താഴെത്തട്ടിലേക്കാണ് നടപ്പിലാക്കുന്നത്. ആ ഒരു വൈരുദ്ധ്യം അതിനകത്ത് ഇൻബിൽറ്റാണ്. ഞാനതിൻ്റെ ആ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല, ആനുഷംഗികമായി ഞാനതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കേഡർ പാർട്ടി എന്ന് പറയുമ്പോൾ ആ കേഡർ സ്വഭാവത്തിലുള്ള ഒരു പാർട്ടി വേറെ കേരളത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. BJP-യിലൊക്കെ കുറച്ചൊക്കെ അത് പറയാമെങ്കിൽ പോലും BJP-യിലൊന്നും പ്രായോഗികമല്ല. തമ്മിത്തല്ലാണ് BJP-യിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ CPM-ൽ അങ്ങനെയല്ല. CPM-ൽ മുകളിൽ പറയുന്ന ഇപ്പം പൊട്ടിത്തെറികളൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും താരതമ്യേന മുകളിൽ നിന്ന് തീരുമാനിക്കുന്ന താഴെ നടപ്പിലാക്കുന്ന ഒരു പാർട്ടിയാണ് CPM. ആ CPM ഒരു സർക്കുലർ ഇറക്കിയാൽ, സർക്കുലർ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയാൽ അത് താഴെത്തട്ടിൽ അത് നടപ്പിലാക്കപ്പെടും. അങ്ങനത്തെ ഒരു പാർട്ടിയാണ് CPM, കേഡർ പാർട്ടി, കേഡർ സ്വഭാവത്തിലുള്ള പാർട്ടി. ആ പാർട്ടിയുടെ പാർട്ടി മെമ്പർമാർ തന്നെ 2.5 ലക്ഷമുണ്ട്, 5.5 ലക്ഷമുണ്ട്. പാർട്ടി അനുഭാവികൾ ഏതാണ്ട് 2-2.5 ലക്ഷമുണ്ട്. പാർട്ടിയുടെ വർഗ ബഹിഷ്കരണ സംഘടനകളും ട്രേഡ് യൂണിയനിലുമൊക്കെ ആയി ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ചാൽ അനുഭാവി ഗ്രൂപ്പുകൾ തന്നെ 2-2.5 ലക്ഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ബെഹോമോത്തിക് സ്വഭാവത്തിലുള്ള ഒരു പാർട്ടിയാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി. അതിൽ 2.5 ലക്ഷം പാർട്ടി അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ 2 ലക്ഷം പാർട്ടി അംഗങ്ങൾ ഒരു സ്വിച്ചിട്ടാൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് പോലത്തെ ഒരു യന്ത്രത്തിൻ്റെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന 2.5 ലക്ഷത്തോളം പാർട്ടി മെമ്പർമാരുള്ള ഒരു പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അതൊരു ഫോർമിഡബിൾ ഫോഴ്സായി മാറുന്നത്. അതിൻ്റെ ഈ കേഡർ സ്വഭാവം കൊണ്ട് ആണത്. ആ കേഡർ സ്വഭാവത്തിലുള്ള ഈ പാർട്ടി ഏറ്റവും കൂടുതൽ സജീവവും സക്രിയവുമാകുന്നത് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴാണ്. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരു ആൾക്കൂട്ട പാർട്ടിയാണ്. ആ ആൾക്കൂട്ട പാർട്ടി തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് വരുമ്പോൾ അവരൊന്ന് സംഘടിക്കും, അവരൊരുമിക്കും, പ്രവർത്തിക്കും. അങ്ങനെയൊക്കെ ഈ ഫ്ലൂക്കിൽ ജയിച്ചു പോരുന്ന ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി. നമ്മളിപ്പോൾ 2019 നമ്മൾ നോക്കൂ. 2019 യുവതീ പ്രവേശം കൊണ്ട് 19 സീറ്റ് കിട്ടി, അല്ലെങ്കിൽ 16 സീറ്റ് കിട്ടി. അതിനുശേഷം 2024 രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും, അല്ലെങ്കിൽ പിണറായി വിരുദ്ധത എന്ന് പറഞ്ഞിട്ട് 2024 സീറ്റ് കിട്ടി. അതിൻ്റെ ഇടയിൽ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ജയിച്ചതെല്ലാം പിണറായി വിരുദ്ധത കൊണ്ട്. അതല്ലാതെ കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ മെച്ചപ്പെട്ട ഒരു സംഘടനാ ബലം, ഒരു പ്രചരണം രീതി, അതൊന്നും കൊണ്ട് ജയിച്ചു വരുന്ന ഒരു പതിവ് UDF-ന് ഇല്ല. ഇപ്പോൾ ഈ 2026 തെരഞ്ഞെടുപ്പിലും അവരുടെ സംഘടനയും അവരുടെ പ്രവർത്തന ശൈലിയൊന്നുമല്ല, സർക്കാർ വിരുദ്ധതയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഗുണമാകാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിലും. അതാണ് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക ഒരു ശൈലി. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചു, അവരുടെ എന്തെങ്കിലും നേട്ടം കൊണ്ടാണോ? ഒന്നുമല്ല. സർക്കാർ വിരുദ്ധത, ശബരിമല വിഷയം, ഇതൊക്കെ വന്ന് അടിച്ചിട്ടാണ് അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ജയിച്ചിരുന്നത്. പക്ഷേ CPM എന്ന് പറഞ്ഞ പാർട്ടി പൊതുവിൽ അങ്ങനെയല്ല. വ്യത്യാസങ്ങൾ അവരുടെ കാര്യത്തിൽ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും ഇപ്പോൾ 2006 തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് നോക്കിയേ. 2006 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 100 സീറ്റ് LDF-ന് കിട്ടി. അതെങ്ങനെയാണ് കിട്ടിയത്? അത് സർക്കാർ വിരുദ്ധത കൊണ്ട് മാത്രമാണോ? സർക്കാർ വിരുദ്ധത എന്ന UDF സർക്കാരിനെതിരായിട്ടുള്ളൊരു സർക്കാർ വിരുദ്ധ ഒരു തരംഗമുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും 2001-2006 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള UDF സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ഐതിഹാസികമായിട്ടുള്ള സമരങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, പൂയംകുട്ടി മതികെട്ടാൻ, ഈ പറഞ്ഞതുപോലെ ഓൺലൈൻ ലോട്ടറി, എൻഡോസൾഫാൻ, സ്ത്രീ പീഡന കേസുകൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിൽ 2001-2006 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള സുസംഘടിതമായ പ്രവർത്തനങ്ങളുടെ ഒരു ആകെ തുകയായിരുന്നു 2006 100 സീറ്റ് LDF-ന് കിട്ടിയത്. അങ്ങനെ ഒരു സംവിധാനമൊന്നും UDF-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർക്ക് തെരഞ്ഞെടുപ്പ് വരും, തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം കൊണ്ട് അവർ ഒഴുക്കിൽപ്പെട്ട് ഇങ്ങനെ ജയിച്ചു കയറി വരും. ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ CPM അങ്ങനെയല്ല.
അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു 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 കേഡർ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തിരഞ്ഞെടുപ്പിന് ഒരു 5-6 മാസം മുമ്പ് മുതൽ തന്നെ അവർ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 2026 മെയ്യിലാണ് ഏപ്രിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ ഒരു 6 മാസം മുമ്പ് തന്നെ അവർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം വളരെ നേരത്തെ തന്നെ ആരംഭിക്കും. പ്രചരണ പരിപാടികൾ എന്താണെന്ന് തീരുമാനിക്കും. ബൂത്തുകളെല്ലാം സജീവമാക്കും. ആ ബൂത്തുകളിലൊക്കെ ആർക്കൊക്കെ ചുമതല കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കും. അവരെങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കും. അതെല്ലാം തന്നെ വളരെ കാലയെ കൂട്ടി തീരുമാനിച്ച് പ്രവർത്തിക്കുന്ന ഒരു ശൈലിയാണ് സി പി എമ്മിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഏച്ചുകെട്ടി ഈ യു ഡി എഫിനെ പോലെയും കോൺഗ്രസിനെ പോലെ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല സി പി എം. അതൊരു കേഡർ സ്വഭാവമായതുകൊണ്ട് നേരത്തെ കൂട്ടി തന്നെ അതിൻ്റെ കാര്യങ്ങൾ നടക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 3ാം ഭരണം ലഭിക്കുക എന്ന് മുൻനിർത്തിക്കൊണ്ട് അവർ കാലയെ കൂട്ടി തന്നെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. പ്രത്യേകിച്ച് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിനൊക്കെ തന്നെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് 100 വീടുകൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടെ അവരുടെ പ്രചരണങ്ങളെല്ലാം ഇങ്ങനെ പൊട്ടത്തെറ്റും പച്ചക്കള്ളവും നട്ടാൽ കുറുക്കാത്ത നുണയാണെങ്കിലും അതെല്ലാം തന്നെ ഒരു ദിവസം 5, 6, 7 തവണ ഒരു കുടുംബങ്ങളിലേക്കൊക്കെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ പതിവിൽ നിന്നും വിരുദ്ധമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ 2 രീതികൾ അല്ലെങ്കിൽ 2 പുതിയ സംഭവ വികാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതെന്താണെന്ന് ചോദിച്ചാൽ അത് രണ്ടും സി പി എമ്മിൻ്റെ ഈ കേഡറുകളുമായി ബന്ധപ്പെട്ടുള്ള കേഡറുകളെന്ന് ഞാൻ പറയും, അല്ല അണികളെന്ന് പോലുമല്ല, സി പി എമ്മിൻ്റെ കേഡറുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ 2 കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ അണികൾ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കേഡറുകൾ തന്നെ വ്യാപകമായി സി പി എം വിരുദ്ധത പ്രകടിപ്പിക്കുന്നു. സി പി എമ്മിൻ്റെ കേഡറുകൾ തന്നെ സി പി എമ്മിനെതിരായി പ്രവർത്തിക്കുന്നു. സി പി എമ്മിൻ്റെ കേഡറുകൾ തന്നെ പിണറായി സർക്കാർ പോകണം എന്നാഗ്രഹിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. അതിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ സി പി എം കേഡറുകൾ സി പി എമ്മിൻ്റെ സർക്കാർ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് ഒരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നാമല്ലോ. പക്ഷേ സി പി എമ്മിൻ്റെ കേഡറുകളെ സംബന്ധിച്ചിടത്തോളം സി പി എം പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് സി പി എം ഇപ്പോൾ പോയാലേ ഒരു 5 വർഷം കഴിഞ്ഞെങ്കിലും തിരിച്ചു വരൂ എന്ന് അവർ വിചാരിക്കുന്നു. സി പി എം പോയ സ്ഥലങ്ങളിലൊന്നും തിരിച്ചു വന്നിട്ടില്ല. ബംഗാളിൽ തിരിച്ചു വന്നിട്ടില്ല, ത്രിപുരയിൽ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ സി പി എം ഒരു തവണയും കൂടെ അധികാരത്തിലിരുന്നാൽ സി പി എം എന്നേക്കുമായി അപ്രത്യക്ഷമാകുമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എം ഇത്തവണ ഒന്ന് പോയാൽ 5 വർഷം കഴിഞ്ഞെങ്കിലും തിരിച്ചു വരാം എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിന് ഈ 5 വർഷം പ്രതിപക്ഷത്ത് ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ച സി പി എമ്മിൻ്റെ കേഡറുകൾ സി പി എം അടുത്തവണ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി സുസംഘടിതമായി പ്രവർത്തിക്കുന്നു എന്നാണ് എല്ലാ ജില്ലകളിൽ നിന്നും എനിക്ക് സി പി എമ്മിനുള്ളിൽ നിന്ന് കിട്ടുന്ന വിവരം. എല്ലാ ജില്ലകളിലും എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകും. അപ്പോൾ ഒന്ന്, സി പി എമ്മിൻ്റെ കേഡറുകൾ സി പി എമ്മിന് അടുത്തവണ അധികാരത്തിൽ വരാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നു. പുറമേ അല്ല, ഉള്ളാലെ അവർ പ്രവർത്തിക്കുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ അണികൾ വലിയ തോതിൽ നിർജീവമായിരിക്കുന്നു. അവർ പ്രവർത്തന രംഗത്ത് നിന്ന് പിന്മാറിയിരിക്കുന്നു. അവർ റിട്രീറ്റ് ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആലപ്പുഴ വരെ പോയിരുന്നു. ആലപ്പുഴ വരെ പോയപ്പോഴത്തേക്കും ആ റോഡിൽ നിന്ന് പ്രചരണപരമായി തന്നെ എനിക്ക് സി പി എമ്മിൻ്റെ ഒരു നിർജീവത കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടു. അപ്പം നമുക്കറിയാലോ, നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് ചുവരെഴുത്തുകളുണ്ട്, ബാനറുകളുണ്ട്, പോസ്റ്ററുകളുണ്ട്, വലിയ ഹോർഡിങ്ങുകളുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്ക് കൊല്ലം, ആലപ്പുഴ ഒരു 5-6-7 മണ്ഡലങ്ങൾ കടന്ന് ഞാൻ പോയി. ആ മണ്ഡലങ്ങൾ കടന്നെല്ലാം പോയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് ചോദിച്ചു, വൻതോതിലുള്ള വലിയ ഭീമാകാരമായിട്ടുള്ള ഹോർഡിങ്ങുകൾ 100 കണക്കിന് തന്നെ ഞാൻ കണ്ടു. ഭീമാകാരമായിട്ടുള്ള ഹോർഡിങ്. ആ ഹോർഡിങ്ങുകളിലൊക്കെ ഞാൻ 1-2 വീഡിയോകൾ ചെയ്ത പോലെ പകുതി പിണറായി വിജയൻ്റെ മോന്ത ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, മറുവശത്ത് കുറേ കള്ളങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേന്ദ്രീകൃതമായി ചെയ്തിട്ടുള്ള ഈ വലിയ ഹോർഡിങ്ങുകൾ കാണുന്നത് ഒഴിച്ചാൽ ഈ ചുവരെഴുത്തായാലും ചെറിയ പോസ്റ്ററുകളായാലും ബാനറുകളായാലും അവിടെയൊക്കെ തന്നെ വലിയൊരു വിടവ് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. പല സി പി എമ്മിൻ്റെ പ്രഗത്ഭര് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും പ്രചരണപരമായി തന്നെ സി പി എം വളരെ പുറകിലാണ് എന്നാണ് എനിക്ക് കാണാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് കായംകുളം മണ്ഡലത്തിലേക്ക് ഞാൻ കടന്നു. കായംകുളം മണ്ഡലം വഴിയാണ് ഞാൻ. കായംകുളം മണ്ഡലത്തിൽ ഈ പ്രതിഭാഹരി എന്ന് പറഞ്ഞവരുടെ പ്രചരണപരമായി ഒന്നും എനിക്ക് കാര്യമായിട്ട് കാണാൻ കഴിഞ്ഞില്ല.
കൊല്ലം ജില്ലയിലും ആ മരവിപ്പ് പ്രകടമായിരുന്നു. പക്ഷേ കായംകുളം ജില്ലയിൽ അത് പ്രകടമായി. പ്രതിഭാഹരിയുടെ ഈ പറഞ്ഞ പോലെ ബോർഡ് ബാനർ ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവിടെ നിറഞ്ഞു നിൽക്കുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞത് UDFൻ്റെ എം ലിജു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകളും ബാനറുകളും ബോർഡുകളും ഒക്കെയാണ്. ഇനി അതിനുശേഷം ഞാൻ അമ്പലപ്പുഴയിലേക്ക് ചെന്നു. അമ്പലപ്പുഴ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണല്ലോ അമ്പലപ്പുഴ. അവിടെയാണ് ജി സുധാകരൻ മത്സരിക്കുന്നത്. CPM സ്ഥാനാർത്ഥി H. സലാം. അവിടെ ചെന്നപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. H. സലാമിൻ്റെ പ്രചരണം വളരെ നിർജ്ജീവമായിട്ടാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അത് പോസ്റ്ററാകട്ടെ, ബാനറാകട്ടെ, ചൂരെഴുത്താകട്ടെ, വളരെ നിർജ്ജീവമായിട്ട് എനിക്ക് കാണാൻ കഴിയും. ഇന്ന് മാത്രമല്ല, മറുഭാഗത്ത് ജി സുധാകരൻ്റെ പ്രചരണം വലിയ രീതിയിൽ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒരുപാട് പോസ്റ്ററുകൾ കാണാൻ കഴിഞ്ഞു. പ്രചരണപരമായി തന്നെ ജി സുധാകരൻ വളരെ മുന്നിലാണ് എന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലൂടെ പോയപ്പോൾ ഈ CPI സ്ഥാനാർത്ഥിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. ഇതൊരു ജിസ്മോൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ മാത്രമേ കാണാൻ കഴിയൂ. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്: CPMൻ്റെ അണികൾ വലിയ തോതിൽ നിർജ്ജീവമായിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 1982 മുതലുള്ള തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ CPMനകത്ത് നിന്നപ്പോൾ പ്രവർത്തിച്ചു. CPM പുറത്ത് നിന്നപ്പോൾ എന്നെ കൊണ്ട് കഴിയാവുന്ന മറ്റു പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു. പക്ഷേ ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പുകളിലും ഈ രണ്ട് രീതിയിലുള്ള നിരീക്ഷണങ്ങൾ എനിക്ക് നടത്തേണ്ടി വന്നിട്ടില്ല. ഒന്ന്, ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഏറ്റവും സജീവമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് CPMൻ്റെ അണികളാണ്. അവരിത്തവണ സുസംഘടിതമായി CPMനെതിരായി CPMൻ്റെ കേഡറുകൾ തന്നെ പ്രവർത്തിക്കുന്ന ഒരു രീതി കാണാൻ കഴിയും. മറുവശത്ത് CPMൻ്റെ കേഡറുകളുടെ നിർജ്ജീവതയും വളരെ പ്രകടമാണ്. ഇനി CPM നേതാക്കന്മാരുടെ ഇടപെടൽ ഒന്ന് നോക്കി, അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPMന് വേണ്ടി നേതൃത്വപരമായി പ്രവർത്തിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് CPMന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ നേതൃത്വപരമായി പ്രവർത്തിക്കുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് 82 വയസ്സുകാരനായിട്ടുള്ള വയോവൃദ്ധനായിട്ടുള്ള പിണറായി വിജയൻ മാത്രമാണ്. പിണറായി വിജയൻ മാത്രമാണ് നേതൃത്വപരമായി രംഗത്തുള്ളത്. പാർട്ടി സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞല്ലോ. പാർട്ടി സെക്രട്ടറി 2 ആഴ്ചക്കാലം പത്രസമ്മേളനം പോലും നടത്തണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുക. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPMൻ്റെ എല്ലാ നേതാക്കന്മാരും വളരെ സജീവമായിട്ട് രംഗത്തുള്ളതാണ്. പക്ഷേ അവരാരും രംഗത്തുള്ളതായിട്ട് നമുക്കിപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ AK ബാലനാവട്ടെ, തോമസ് ഐസക് ആവട്ടെ, MA ബേബി അവിടെ ഇവിടെയൊക്കെ നടന്ന് ചില പത്രസമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്. വിജയരാഘവൻ അവിടെ ഇവിടെയൊക്കെ കടന്ന് ചില പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതല്ലാതെ CPM നേതാക്കന്മാരും വളരെ നിർജ്ജീവമാണ് എന്നാണ് എനിക്ക് കാണാൻ. അതുകൊണ്ട് 1982 മുതൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എനിക്ക് നടത്താനുള്ള പ്രധാനപ്പെട്ട 3 നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്: ഒന്ന്, CPMൻ്റെ കേഡറുകൾ തന്നെ CPMനെതിരായി പ്രവർത്തിക്കും. CPMൻ്റെ കേഡറുകൾ CPM അടുത്തവണ അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കും. 2, CPMൻ്റെ കേഡറുകളുടെ ഇടയിലുള്ള വലിയ തോതിലുള്ള നിർജ്ജീവത. 3, CPMൻ്റെ നേതാക്കന്മാർ പോലും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ഈ 3 ഘടകങ്ങളും കൂടെ ചേരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയിലേക്കാണ് CPM പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല.